ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ലക്ഷ്മി ക്യാൻ, ആയുർവേദ ഫിസിഷ്യനാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ വിമൻസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്. അപ്പോൾ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. അതായത് ഓവർ ബ്ലീഡിങ് ഉള്ളവരുണ്ട്, സ്കാൻഡി ബ്ലീഡിങ് ഉള്ളവരുണ്ട്, ഇറഗുലർ സൈക്കിൾസ് ഉള്ളവരുണ്ട്, അബ്സെൻസ് ഓഫ് പീരീഡ്സ് കാണിക്കുന്നവരുണ്ട്, അങ്ങനെ പല തരത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഇറഗുലർ പീരീഡ്സ് എന്ന് പറയുമ്പോൾ നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ 28 ഡേയ്സ് ആണ്. അപ്പോൾ ഓരോ സൈക്കിളിലും നമുക്ക് 35 ml to 80 ml ഉള്ള ബ്ലഡാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇറഗുലർ സൈക്കിൾസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് 28 to ഒരു 32-35 നമുക്ക് നോർമലായിട്ട് എടുക്കാം. ചിലർക്ക് 30 ഡേയ്സ് സൈക്കിളായിരിക്കും, ചിലർക്ക് 35 ഡേയ്സ് സൈക്കിളായിരിക്കും. അപ്പോൾ അതങ്ങനെ കറക്റ്റ് എല്ലാ മാസവും വരുന്നവർക്ക് കുഴപ്പമില്ല. അല്ലാത്ത കുറച്ച് പേരുണ്ട്. അതായത് ചില മന്തിൽ അവർക്ക് 35 ഡേയ്സ് സൈക്കിളാണെങ്കിൽ പിന്നെ 22 ആവാം, പിന്നെ 28, പിന്നെ 45, അങ്ങനെ പല തരത്തിൽ. പിന്നെ ചില മന്തിൽ സ്കാൻഡി ബ്ലീഡിങ് കാണിച്ച് സ്പോട്ടിങ് ഒക്കെ കാണിച്ച് പിന്നെ വരാണ്ടിരിക്കാം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. പിന്നെ ഒരാൾക്കാരുണ്ട് നോർമലി പീരീഡ്സ് വരുന്നവർ, കുറച്ച് നാളായിട്ട് അവർക്ക് അബ്സെൻസ് ഓഫ് പീരീഡ്സ് 3-4 മാസമായിട്ട് പീരീഡ്സ് കാണുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കേണ്ട കണ്ടീഷൻസാണ്. കാരണം അങ്ങനത്തെ കണ്ടീഷൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഭാവിയിലേക്ക് നമുക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളിലേക്കും പിന്നെ കുറേ ഇഞ്ചെക്ഷൻസ്, ഹോർമോണൽ ചേഞ്ചസ്, ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ ചാൻസ് ഉള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടാലും നമ്മളതിനെ ശ്രദ്ധിക്കാതെ വിടാൻ പാടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അമെനേറിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നോക്കാം. അമെനേറിയ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ അതിന് നമ്മൾ അനാർത്തവം എന്നാണ് പറയുന്നത്. അപ്പോൾ അനാർത്തവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആർത്തവം ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അത് 2 തരത്തിലാണ് ഈ അമെനേറിയ ഉള്ളത്. പ്രൈമറിയും ഉണ്ട്, സെക്കൻഡറിയും ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ 12 വയസ്സിലാണ് ഫസ്റ്റായിട്ട് നമ്മൾ മെനാർക്കി എത്തുന്നത്. അപ്പോൾ ചിലർ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എല്ലാം ഡെവലപ്പ് ആയാലും 12 to 16 ഇയേഴ്സ് ആയാലും പീരീഡ്സ് ആവാത്തവരുണ്ട്. ചിലരെ സംബന്ധിച്ച് അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഇപ്പോൾ അമ്മമാരൊക്കെ ചിലർക്ക് 16 ഇയേഴ്സിലാവും ആദ്യമായിട്ട് മെനാർക്കി ആയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെവർക്ക് നമുക്ക് അത്ര ഏജ് നോക്കാം. അത് കഴിഞ്ഞിട്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൈമറി അമെനേറിയ എന്ന കാറ്റഗറിയിൽ പെടുന്നത്. അപ്പോൾ അത് കൂടുതലും അതൊരു കൺജനൈറ്റൽ അബ്നോർമാലിറ്റി, കൺജനൈറ്റൽ കണ്ടീഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് മെഡിക്കേഷൻസ് കൊണ്ട് മാത്രം അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു സെക്ഷനാണ് സെക്കൻഡറി അമെനേറിയ. ഈ സെക്കൻഡറി അമെനേറിയയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതായത് നോർമലി മെൻസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു വുമണിന് ഒരു 3 to 4 months ആയിട്ട് മെൻസ്ട്രേഷൻ ഇല്ല. അപ്പോൾ അത് നമ്മളൊരു 28, 35 വരെയുള്ള സൈക്കിൾസ് ഉള്ളവരെ, നോർമൽ മെൻസ്ട്രേഷൻ വരുന്നവരെയാണ് പറയുന്നത്. ഇനി PCOD ഒക്കെ ഉള്ളവർക്ക് ഓൾറെഡി അവർക്ക് അറിയില്ല നെക്സ്റ്റ് ഏത് ഡേറ്റിലാണ് പീരീഡ്സ് വരിക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഒരു 6 months മോണിറ്റർ ചെയ്യുക. 6 months ആയിട്ടും പീരീഡ്സ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരും സെക്കൻഡറി അമെനേറിയയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ സെക്കൻഡറി അമെനേറിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് സാധാരണ കാരണങ്ങളുണ്ട്. അതായത് പ്രഗ്നൻസി ആകുമ്പോൾ നമുക്കറിയാം നോർമലി പീരീഡ്സ് അബ്സെൻസ് ആയിരിക്കും. അതേപോലെ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലും മദറിൻ്റെ ബോഡിയിൽ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ കൂടുന്നതുകൊണ്ട് നമുക്ക് പീരീഡ്സ് വരില്ല. അപ്പോൾ ചിലർക്ക് അത് 3 മാസം കഴിഞ്ഞിട്ട് വരും, ചിലർക്ക് 1 to 1.5 years വരെ പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഫങ്ഷണൽ ഹൈപ്പോതലാമിക് അനോവുലേഷൻ എന്ന് പറഞ്ഞത്. അതായത് അത് നമ്മളിപ്പോൾ എക്സസീവ് സ്ട്രെസ്, വർക്ക് സ്ട്രെസ്, ഫിസിക്കൽ മെൻ്റൽ സ്ട്രെസ്സുകൾ എടുക്കുമ്പോൾ, അതുപോലെ നമ്മൾ ഓവറായിട്ട് എക്സസൈസസ് ഒക്കെ ചെയ്യാം. പിന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, അതായത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചിലവരുണ്ട് ഓരോ ഡയറ്റുകൾ പെട്ടെന്ന് ഫോളോ ചെയ്തിട്ട്, അതായത് നമ്മൾ നോർമലി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പെട്ടെന്ന് നമ്മൾ വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഡയറ്റ് അങ്ങ് ഓൾട്ടർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിയിലെ ഹോർമോൺ ലെവൽസിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതേപോലെ തന്നെയാണ് മെലിഞ്ഞിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് തടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫുഡ് വലിച്ചു വരി കഴിച്ചാൽ, അപ്പോൾ അവർക്കും ബോഡി ഇതേപോലെ റിയാക്ട് ചെയ്യും. നമ്മൾ പെട്ടെന്ന് സഡൻ ആയിട്ട് അങ്ങനെ ഒരു ചേഞ്ച് ബോഡിക്ക് കൊടുക്കുമ്പോൾ ബോഡി അതിനെ ബുദ്ധിമുട്ടിലാണ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും. അതായത് അത് ഹോർമോൺ ലെവൽസിനെ ബാധിച്ചിട്ട് നമുക്ക് പീരീഡ്സ് അബ്സെൻസ് ആയിട്ട് ഇരിക്കാറുണ്ട്. പിന്നെ കുറച്ച് കണ്ടീഷൻസ് ഉള്ളത് PCOD ഉള്ളവർ. PCOD ഉള്ളവർക്ക് പൊതുവെ കാണുന്നതാണ് ഈ അബ്സെൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഓൾറെഡി അവരുടെ സൈക്കിൾസ് ഇറഗുലർ ആയിരിക്കും. അപ്പോൾ അവർക്കും ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കും നെക്സ്റ്റ് ഡേ വരുന്നു, പക്ഷേ വരില്ല. അങ്ങനെ ഒരു 3-4 മാസം അങ്ങനെ പോകുന്നവരുണ്ട്. പിന്നെ തൈറോയിഡ് പേഷ്യൻസിൻ്റെ ബോഡിയിലും അവർക്ക് പ്രൊലാക്റ്റിൻ ലെവൽ കൂടുന്നത് കൊണ്ട് അവർക്കും പീരീഡ്സ് വരാൻ ചാൻസ് കുറവാണ്. എല്ലാവർക്കും അല്ല, എല്ലാ തൈറോയിഡ്സിനും പറയുന്നില്ല, ചില തൈറോയിഡ് പേഷ്യൻസിന് വരാറുണ്ട്.
എല്ലാ തൈറോയിഡ് പേഷ്യൻസിനും അമിനോറിയ ഉണ്ടെന്നല്ല, ചില അമിനോറിയ പേഷ്യൻസ് തൈറോയിഡ് പേഷ്യൻസ് ആവാറുണ്ട്. പിന്നെ വരുന്നതാണ്, പിന്നെ ഉള്ളൊരു മെയിൻ കണ്ടീഷനാണ്, കൂടുതൽ പേരും ചോദിച്ചു വരുന്നൊരു സംശയമാണ്, ഡ്രഗ്സ് എടുത്തിട്ട്, അത് തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് കഴിച്ചിട്ട്. നോർമലി പീരീഡ്സ് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷേ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പെട്ടെന്ന് എടുക്കുമ്പോൾ പിന്നെ കുറച്ച് നാളത്തേക്ക് പീരീഡ്സ് കാണില്ല. അപ്പോൾ അങ്ങനെ വരുന്നവരുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനത്തെ കോൺട്രാസെപ്റ്റീവ് പിൽസൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ എൻഡോമെട്രിയൽ ലൈൻസ് ഉണ്ടല്ലോ, നമ്മുടെ ബോഡിയിലെ യൂട്രസിലെ എൻഡോമെട്രിയൽ ലൈൻസ് ഷെഡ് ആവുന്നതാണ് നമുക്ക് പീരീഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് തിന്നാവും. അപ്പോൾ അതുകൊണ്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ്സും അങ്ങനത്തെ ഒരു ഫലം കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ്, നമ്മൾ ആൻറ്റി സൈക്കോട്ടിക്സ്, ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആ മരുന്ന് പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ ലെവൽ കൂട്ടുന്നതുകൊണ്ട് അവർക്കും മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഗ്ലാൻഡാണ് നമ്മുടെ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണിയും അതുപോലെ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞ ഹോർമോണിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണിൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ അതിൽ വരുന്ന രണ്ടെണ്ണമാണ് LH ആൻഡ് FSH. അപ്പോൾ FSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും LH എന്ന് പറഞ്ഞാൽ ല്യൂട്ടിനൈസിങ് ഹോർമോണുമാണ്. അപ്പോൾ FSH എന്ന് പറഞ്ഞാൽ മെയിൽസിൻ്റെ കേസിൽ അത് സ്പേം പ്രൊഡക്ഷനെയും ഫീമെയിൽസിൻ്റെ കേസിൽ ഓവം പ്രൊഡക്ഷനും അതായത് എഗ് പ്രൊഡക്ഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ഹിൻഡറാവും. ഇപ്പോൾ LH ആണെങ്കിൽ മെയിൽസിൻ്റെ കേസിൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷനെയും അതുപോലെ ഫീമെയിൽസിൻ്റെ കേസിലാണെങ്കിൽ ഓവുലേഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് GnRH ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ കുറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് LH കുറയണോണ്ടാണ്, LHും FSHും കുറയണോണ്ടാണ് നമുക്കവിടെ ഓവുലേഷൻ ആൻഡ് മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ആവുന്നത്. അപ്പം നമുക്ക് പീരീഡ്സ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബ്ലീഡിംഗ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെർബൽ ടിപ്സ് പറയും. ഇതൊന്നും നമ്മൾ ചെയ്തിട്ട് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ബോഡി അസസ്മെൻറ്റ് നടത്തിയിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് കയറണം. അപ്പോൾ ആദ്യം നമുക്ക് ഹോം റെമഡീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇഞ്ചി, കറുവപ്പട്ടയും തേനും വെച്ചിട്ട്. ഇഞ്ചിക്ക് ഈ മെൻസ്ട്രൽ ഫ്ലോനെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ നമ്മുടെ കറുവാപ്പട്ട എന്ന് പറയുന്നത് ഇൻസുലിൻ റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഇഞ്ചി ചതച്ചതും കറുവാപ്പട്ടയും കൂടിയിട്ട് നമ്മളൊരു വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ തേന് ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. അത് ഒരു ഡ്രിങ്കായിട്ട് നമുക്ക് കയറ്റാം. അതേപോലെ പിന്നെ സെക്കൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ മിൽക്ക്, ഒരു ഗ്ലാസ് നമ്മൾ വാം മിൽക്ക് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നല്ല 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 ഫ്രഷായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അത് കഴിക്കാം. അത് നമ്മുടെ മെൻസ്ട്രൽ ഫ്ലോനെ കൂട്ടും. കാരണം ടേമറിക്കിന് അതേപോലത്തെ ഒരു പ്രോപ്പർട്ടി, ഇഞ്ചിൻ്റെ മാതിരി തന്നെ ടേമറിക്കിനും സെയിം പ്രോപ്പർട്ടിയാണുള്ളത്. അത് അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇമ്മ്യൂണിറ്റി ഡ്രിങ്കായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അത് കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതലാണ്. 1 ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജ്യൂസിൻ്റെ കൂടെ 1 ടീസ്പൂൺ തേനും ചേർത്തിട്ട് കഴിക്കാം. പിന്നെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് 1 ബൗൾ പപ്പായ. അപ്പോൾ റോ പപ്പായയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങനെ കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ അവർക്ക് പപ്പായ ജ്യൂസും അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസും, അപ്പോൾ രണ്ടും വേണമെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കാം. രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസായിട്ട് നമുക്ക് ഇൻടേക്ക് ചെയ്യാം, കഴിക്കാം. കടിച്ച് തിന്നാനായിട്ട് റോ പപ്പായ കഴിക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ പറ്റാത്തവരുണ്ട്, ഫൈബ്രസ് ഫുഡ് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർ അടിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് കഴിക്കാം. പിന്നെ പറയാൻ പോകുന്നതാണ്, അതൊരു മെയിൻ ടിപ്പ് തന്നെയാണ്, അത് ഒരുപാട് വർക്കാവുന്നൊരു ടിപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എള്ളും ശർക്കരയാണ്. എള്ള് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, അതിനുള്ള ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എള്ളിൻ്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നതാണ്. പിന്നെ അതേപോലെ ശർക്കരയ്ക്കും ഇതേ പ്രോപ്പർട്ടി തന്നെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ളൊരു മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതായത് നമ്മൾ 1 ടീസ്പൂൺ എള്ള് വറുത്ത് പൊടിച്ചിട്ട്, അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ എടുത്താൽ മതി, കുറച്ച് എള്ള് വറുത്ത് പൊടിച്ച് വയ്ക്കുക. അതിലേക്ക് ഒരു ശർക്കര ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് അത് പൊടിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ അതിൽ നിന്ന് എന്നും രാവിലെയും വൈകിട്ടും 1 ടീസ്പൂൺ വെച്ചിട്ട് 2 നേരം കഴിക്കാം. അപ്പോൾ ഇതും നമുക്ക് ബ്ലഡ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. പിന്നെ ഒരു 3 യോഗ പോസ്റ്റേഴ്സാണുള്ളത്. ഈ ഡയറ്റ് നമ്മൾ ഇത്ര ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 3 യോഗ പോസ്റ്റേഴ്സ് പറയാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ബട്ടർഫ്ലൈ പോസ്, അതായത് ബത്തകോനാസന. അത് ബത്തകോനാസന പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ തൈസ് നമ്മൾ ഫ്ലാറ്റ് ആക്കി വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പെൽവിക് ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും. അപ്പോൾ അതുകൊണ്ട് അത് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിനെ എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യും, ഓവറീസിനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഡിസ്മെനോറിയ ഉള്ളവർക്ക്, പെയിൻഫുൾ ബ്ലീഡിങ് ഉള്ളവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അവർക്കും പെയിൻ റിലീഫ് ആവും.
പിന്നെ അതേപോലെ സെക്കൻഡായിട്ട് ചെയ്യാവുന്നതാണ് ഉഷ്ട്രാസന, ക്യാമൽ പോസ്. അപ്പോൾ അതും നമ്മുടെ തൈറോയിഡ്, അഡ്രിനൽ ഗ്ലാൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഹോർമോണൽ പ്രൊഡക്ഷൻസിന് ഇത് ഹെൽപ്പ് ചെയ്യും, സ്മൂതനാക്കും. അപ്പോൾ അതുകൊണ്ട് ഉഷ്ട്രാസന നല്ലതാണ്. പിന്നെ തേർഡ് സജഷനാണ് നമ്മുടെ ധനുരാസനം, ബോ പോസ്. അപ്പോൾ അത് നമ്മുടെ ചെസ്റ്റിനും അബ്ഡോമിനൊക്കെ ഒരു സ്ട്രെച്ച് കിട്ടുന്നതാണ്. സെയിം വേ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിനും ജെനൈറ്റൽസിലേക്കൊക്കെ ഒരു സ്ട്രെച്ചിങ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺ ലെവൽസിനെ അത് സ്മൂതനാക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 3 പോസ്റ്റേഴ്സും ഈ ഡയറ്റും നമ്മൾ ഫോളോ ചെയ്ത് നോക്കുക കറക്റ്റായിട്ട്. ഇത് രണ്ടും നമ്മൾ ഫോളോ ചെയ്ത് നോക്കിയിട്ടും നമുക്ക് ബ്ലീഡിങ് കൂടുന്നില്ല, അല്ലെങ്കിൽ സ്കാൻഡി ആണവർക്ക് അങ്ങനത്തെവർക്ക് ബ്ലീഡിങ് കൂടുന്നില്ല, ഡേറ്റ് കറക്റ്റ് വരുന്നില്ല. നമ്മൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും, യോഗയാണെങ്കിലും ഡയറ്റ് ആണെങ്കിലും എങ്ങനെയായാലും നമ്മൾ 2 വീക്സ് ബിഫോർ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാ മന്തിനും കുറച്ച് നേരമല്ലേ ഇതിനൊക്കെ വേണ്ടുള്ളൂ. യോഗ ചെയ്യാനാണെങ്കിലും 10-15 മിനിറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ ഇതൊന്നും ചെയ്തിട്ട് നമുക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലേക്ക് കടക്കേണ്ടി വരും. അപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ നമ്മളിതിൽ കഷായം, ചൂർണം, ലേഹ്യം, ഗുളികയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്തസാരം, പിന്നെ ചിത്രകൃത്യാദി കഷായം, അതുപോലെ ചൂർണങ്ങളിലൊക്കെ ആണെങ്കിലും ലേഹ്യങ്ങളിലാണെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതിപ്പോൾ റാൻഡംലി 1-2 യോഗങ്ങൾ ഞാൻ പറഞ്ഞ് അത് നിങ്ങൾ വാങ്ങി കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മാറില്ല. നമുക്കത് മാറണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡീനെ അസിസ്റ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ പറയും ആയുർവേദം എന്ന് പറഞ്ഞാൽ വാതം, പിത്തം, കഫാണെന്ന്. അതേപോലെ ഓരോ പ്രകൃതി, ഓരോരുത്തർക്കും വാതം, പിത്തം, കഫം എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം നമ്മുടെ പ്രകൃതിക്കും അതുപോലെ ഓരോ രോഗങ്ങളും ഉണ്ട് സ്റ്റേജിൽ വാതം, പിത്തം, കഫമായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. മരുന്നുകളിലും ഉണ്ട് പ്രിഡോമിനൻസ് ഉള്ളത്, ദോഷിക് പ്രിഡോമിനൻസ് ഉള്ളത്. ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഒരു ഡോക്ടർ നിങ്ങൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അപ്പം നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് മരുന്ന് തരാം. അപ്പോൾ അതുകൊണ്ട് കഷായങ്ങളിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ളിലേക്ക് മരുന്ന് കഴിക്കാം. അതുമാത്രം കൊണ്ട് നമുക്ക് ശരിയാവണമെന്നില്ല. ചിലർക്ക് ശോധന ചികിത്സയും കൂടെ ചെയ്യേണ്ടി വരും. ശോധന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടത്തി ചികിത്സ, അതായത് സ്നേഹപാനം ചെയ്യുക, അതായത് നെയ്യ്, എണ്ണ കുടിക്കുക. അതേമാതിരി വിരേചനം, പസ്തികൾ, നസ്യങ്ങൾ, ഇതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കിത് നോർമലാക്കി തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കത് മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചാണ്. ആദ്യം ചിലപ്പോൾ 3-4 മാസം പീരീഡ്സ് ആവാത്തവർക്ക് ഗ്രാജുവലി അത് 3 മാസമായി, 2 മാസമായി, പിന്നെ 1 മാസമാക്കി. നമ്മളതൊരു കുറച്ച് ലോങ് പ്രോസസ്സാണ്. കാരണം ഇത് ഹോർമോണൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ച് സമയമില്ല എന്നും പറഞ്ഞിട്ട് മാറ്റുന്നവർക്ക് അങ്ങനെ മാറ്റാം. അല്ലാത്ത രീതിയിൽ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കൂടുതൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് ആണ്, നമുക്ക് ഭാവിയിലേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഹെർബൽ ഡ്രഗ്സ് വെച്ചിട്ട് മാറ്റണം എന്നുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അവർക്കത് കുറച്ച് കാലം എടുത്ത് ട്രീറ്റ്മെൻറ്റ് പയ്യെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഹോർമോൺ ചേഞ്ചസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 മുതൽ 6 മാസം വരെ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം. 3 months കൊണ്ടൊക്കെ മാറുന്നവരുണ്ട്. 3 months കണ്ടിന്യൂസ് മെഡിക്കേഷൻ, അല്ലെങ്കിൽ ചിലർക്ക് 1 to 3 months മാറും. എന്നാലും ഞാൻ പറയുകയാണ് 3 months ഒക്കെ നമ്മൾ മനസ്സിൽ കാണണം. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നമ്മുടെ ഡയറ്റും അതേപോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും എല്ലാം നമ്മൾ ആ ഡോക്ടർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടും. നമുക്കത് കാണാൻ പറ്റും, ആ ചേഞ്ച് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് വിശ്വാസം ആവണില്ല എന്നുണ്ടെങ്കിൽ അമനേറിയയുടെ റിസർച്ച് ആയിട്ടുള്ള പേപ്പേഴ്സുകളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആയുർവേദ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സിലേക്ക് പോയാൽ മതി. ആയുർവേദത്തിന് എപ്പോഴും പ്രൂഫ് ഇല്ലായ്മയാണല്ലോ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് പ്രൂഫ് അടക്കം ഡോക്യുമെൻ്റായിട്ട് ഞാൻ ഇതിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ്സിലേക്ക് കടന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അമനേറിയനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഇനി അങ്ങനെയൊക്കെ ചോദിക്കാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചാൽ മതി. പേഴ്സണൽ DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് മെസ്സേജ് തിരിച്ച് അയക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്ദി.